നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഷാർജയിൽ നിന്നും രക്ഷിക്കണമെന്ന് കണ്ണീരോടെ അഭ്യർത്ഥിച്ച് വീട്ടമ്മയുടെ വീഡിയോ വന്നതിന് പിന്നാലെ ഭർത്താവിനെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ സഹായം തേടിയ വീട്ടമ്മ വീഡിയോ സന്ദേശം പങ്കുവച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചത്. ജാസ്മിൻ സുൽത്താന എന്ന സ്ത്രീയാണ് ട്വിറ്ററിലൂടെ സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയത്. ഭർത്താവ് ക്രൂരമായി ഉപദ്രവിക്കുന്നുവെന്നും രക്ഷിക്കണമെന്നുമാണ് ഇവർ വീഡിയോയിൽ അഭ്യർത്ഥിച്ചത്. മർദ്ദനമേറ്റ് കലങ്ങിയ കണ്ണുകളുമായാണ് യുവതി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. മുഖത്ത് മർദ്ദനമേറ്റ പാടുകൾ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാനാവുന്നുണ്ടായിരുന്നു. കൂടാതെ കലങ്ങിയ കണ്ണുകളിൽ നിന്നും രക്തവും ഒഴുകുന്നുണ്ടായിരുന്നു. അടിയന്തരമായ സഹായം വേണം. എന്റെ പേര് ജാസ്മിൻ സുൽത്താന. ഞാൻ UAE ഷാർജയിൽ താമസിക്കുന്നു. എന്റെ ഭർത്താവിന്റെ പേര് മുഹമ്മദ് കിസറുല്ല. എന്റെ ഭർത്താവ് ക്രൂരമായി എന്നെ ഉപദ്രവിക്കുന്നു, സഹായിക്കണം എന്നായിരുന്നു പങ്കുവച്ച വീഡിയോയിൽ അവർ പറഞ്ഞിരുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഇവർ രക്ഷ തേടിയത്. നിരവധി പേരാണ് വീഡിയോ ഷെയർ ചെയ്തത്. കൂടാതെ വിദേശകാര്യ വകുപ്പിന്റെ സഹായവും തേടിയിരുന്നു. വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവരുടെ പേജുകളിലും ആവശ്യമായ നിരവധി പേരാണ് ഇത് സംബന്ധിച്ച് രംഗത്തെത്തിയത്. താൻ ബംഗളൂരുവിൽ നിന്നുള്ളതാണെന്നും ഭർത്താവിനൊപ്പം ഇനിയും UAE താമസിക്കാനാവില്ലെന്നും മറ്റൊരു ട്വീറ്റിൽ യുവതി പറഞ്ഞിരുന്നു. 5 വയസ്സും 17 മാസവും പ്രായമുള്ള തന്റെ 2 മക്കൾക്കൊപ്പം തനിക്ക് നാട്ടിലേക്ക് മടങ്ങണമെന്നും ഇവർ വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടു. നിരവധി പേർ ഇവരുടെ സന്ദേശം ട്വിറ്ററിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പലരും ട്വിറ്ററിലൂടെ ഷാർജ പോലീസിന്റെയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും മന്ത്രിമാരുടെയും സഹായവും തേടിയിട്ടുണ്ട്. 2 വീഡിയോകളാണ് യുവതി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേതിൽ ഭർത്താവിൽ നിന്ന് ക്രൂരമർദ്ദനം ഏറ്റതാണെന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് കിസറുള്ള എന്നാണ് ഭർത്താവിന്റെ പേരെന്നും ട്വിറ്ററിൽ പറയുന്നു. ട്വിറ്ററിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടതോടെ പോലീസ് ഇടപെടുകയുണ്ടായി. യുവതിക്ക് ചികിത്സ നൽകിയതായും പോലീസ് അറിയിച്ചു. അതേസമയം ദൃശ്യങ്ങൾ ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കരുതെന്ന് പോലീസ് മുന്നറിയിപ്പും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.